വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഓക്കെ ഇന്ദ്ര, ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. മഞ്ചാടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇന്ദ്രൻ രാവിലെ ഒന്നിങ്ങോട്ട് വന്നാൽ മതി. ശരി, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്താ രവിയേട്ടാ, ഇന്ദ്രൻ എന്താ വിളിച്ചു പറഞ്ഞത്? അല്ല, സുശീലന്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു ന്യൂസ് ഉണ്ട്. എന്താ? അച്ഛൻ മഞ്ചാടിയെ കുറിച്ച് എന്തോ സ്വപ്നം കണ്ടു. അതിനുശേഷം അച്ഛൻ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുവാ. നടത്തി കൊടുക്കാന്ന് പറഞ്ഞ? ഇന്ദ്രേട്ടന്റെ അമ്മ നടത്തി കൊടുക്കുന്ന കല്യാണത്തിൽ അച്ഛനും ഞങ്ങളൊക്കെ പങ്കെടുക്കാൻ തയ്യാറാണെന്നർത്ഥം. എന്നിട്ട് സുശീലാന്റിയെ മാറ്റി നിർത്തി അനന്തമാഷിനെ കൊണ്ട് മഞ്ചാടിയുടെ കല്യാണം നടത്തിക്കാൻ പോവാണോ നിങ്ങള്? മഞ്ചാടി അനന്തമാഷിന്റെ മകളല്ലേ ഹർഷേ? എന്നാലും സുശീലാന്റി പ്ലാൻ ചെയ്ത പോലെ കല്യാണം നടക്കും. അതില് മാഷും മക്കളും ഒക്കെ പങ്കെടുക്കുമെന്ന് മാത്രം. അതൊന്നും ശരിയാവില്ല രവിയേട്ടാ. സുശീലാന്റിക്ക് അതൊന്നും ഇഷ്ടാവില്ല. മഞ്ചാടി സമ്മതിക്കില്ല. അപ്പോ ജീവൻ രാജിന്റെയും മഞ്ചാടിയുടെയും കല്യാണം നാളെ നടത്തണ്ടെന്നാണോ? നാളെ നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളുടെ കല്യാണം നടക്കില്ല. അതുകൊണ്ട് നാളെ തന്നെ അത് നടന്നേ പറ്റൂ. നീ വന്നേ. ഇനിയും ആ കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മഞ്ചാടി, മഞ്ചാടി മോളെ, എന്നാൽ ഈ കൊച്ചിതിവിടെ പോയി. മഞ്ചാടി, മഞ്ചാടി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എന്താ കുഞ്ഞമ്മേ, കല്യാണം ആയതുകൊണ്ട് നേരത്തെ എണീറ്റോ? മഞ്ചാടി എവിടെ? ആ കൊച്ചിനെ തന്നെ ഞാനും നോക്കുന്നേ. കുറച്ചു മുമ്പ് എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന കണ്ടു. വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ കൊച്ചിനെ മുറി കാണാനില്ല. എന്താ കുഞ്ഞമ്മ ഇത്? മഞ്ചാടി നോക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ മുറി കിടത്തിയത്? അവൾ എവിടെങ്ങാനും കാണും സാറേ. ഇന്ന് കല്യാണമായിട്ട് ആ കൊച്ചെവിടെ പോവാനാ? വന്നേ, നമുക്ക് നോക്കാം. നടക്ക്. വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ. ഇനി പുറത്തെങ്ങാനും ഇറങ്ങിപ്പോയോ? അയ്യോ, മഞ്ചാടി, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഉറക്കം വരാതായപ്പോ ചുമ്മാ ഇവിടെ വന്ന് നിന്നതാ. മനസ്സിലെന്തോ വല്ലാത്ത വിഷമം പോലെ. സുശീല, എനിക്ക് എങ്ങനെയുണ്ട്? കല്യാണത്തിന് ആന്റിക്ക് വരാൻ പറ്റുമോ? ഇല്ല മഞ്ചാടി, കല്യാണത്തിന് എന്തായാലും ആന്റിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ആന്റിയെ ഹോസ്പിറ്റലിൽ നിന്ന് വിടില്ല. പക്ഷേ സുശീല ആന്റിക്ക് പകരം നാളെ ചില വിശിഷ്ട വ്യക്തികള് മഞ്ചാടിയുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതാരാ? മഞ്ചാടിയുടെ സ്വന്തം അച്ഛനും ചേച്ചിമാരും. സത്യമാണോ ചേച്ചി ചേട്ടൻ പറഞ്ഞത്? ഇപ്പോ ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞത്. ഇന്ദ്രേട്ടൻ ഹോസ്പിറ്റലല്ലേ? പിന്നെങ്ങനെ ഇതറിഞ്ഞത്? ഇന്ദ്രനോട് അനുപമ വിളിച്ചു പറഞ്ഞതാ. അവർക്കാർക്കും സുശീലാന്റി ഹോസ്പിറ്റലായ കാര്യമൊന്നും അറിയില്ലായിരുന്നു. മാഷെന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന ശേഷം എടുത്ത തീരുമാനമാ മഞ്ചാടിയെയും ജീവനെ അംഗീകരിക്കാന്നുള്ളത്. എന്താ സന്തോഷമായില്ലേ? അച്ഛന്റെ അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കുന്നത് സന്തോഷം തന്നെയാ. പക്ഷേ സുശീലാന്റിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. നാളെ കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്കെല്ലാവർക്കും കൂടെ ഹോസ്പിറ്റലിൽ പോയി സുശീലാന്റിയെ കാണാം. അപ്പോ ഈ സങ്കടമൊക്കെ അങ്ങ് മാറും. വാ, ഇനി ഉറങ്ങണ്ട, നേരം വെളുക്കാറായി. നമുക്ക് പോയി റെഡിയാവാം.
ഇന്ദ്രേട്ടാ, അത് എന്തോ ഒരു ആക്സിഡന്റ് കേസാണെന്ന് തോന്നുന്നു. സ്ട്രെച്ചറിനൊപ്പം അകത്തേക്ക് പോയവല്ലോ ഒരാൾ മുരുകനാ. മുരുകനോ? ഏത് മുരുകൻ? ഏത് മുരുകൻ? കുഞ്ഞമ്മയുടെ കൊച്ചുമകൻ. പണ്ട് അമ്മ അനന്തമാഷിന്റെ ബാഗ് തട്ടിപ്പറിക്കാൻ കൊട്ടേഷൻ കൊടുത്തില്ലേ? അവനായിരുന്നോ മുരുകൻ? അതെ. ഈ മുരുകനും ടീമും കൂടെ ആയിരുന്നല്ലോ ജീവൻ രാജിനെ സപ്പോർട്ട് ചെയ്തത്. ആണോ? ആ, അതെനിക്ക് അറിയില്ലായിരുന്നു. നാളെ ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണമായിട്ട് അത് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചവരൊക്കെ ഹോസ്പിറ്റലിലാണല്ലോ. ഇതും കൂടി മേടിച്ചോ. ചെല്. നിങ്ങളെന്താ ഇവിടെ? ഇവിടെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഐസിയുല. ദൈവമേ, സുശീലാന്റി ഐസിയുലാണെന്നോ? മൊത്തം പണിയാണല്ലോ. സുശീലാന്റി ഇല്ലാതെ മഞ്ചാടി എങ്ങനെ സമാധാനിപ്പിക്കും? എന്താ മുരുക, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെയാ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോയേ? തുരുത്തിൽ നിന്ന് പുറപ്പെട്ടൊരു വള്ളം അടിയൊഴുക്കിൽ മുങ്ങി. വള്ളക്കാരനടക്കം 3 പേരുണ്ടായിരുന്നു. 2 പേര് രക്ഷപ്പെട്ടു. അതിലൊരാളെ ഇപ്പൊ കൊണ്ടുവന്നേ. മുരുകന് പരിചയമുള്ള ആരെങ്കിലും ആണോ? എല്ലാം വേണ്ടപ്പെട്ടവരാ. ഇപ്പൊ കൊണ്ടുവന്നത് ആസിഫിനെയാ. ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ജീവൻ രാജിനെയും. ജീവൻ രാജോ? ഇന്ന് വെളുത്ത അവന്റെ മഞ്ചാടിയുടെയും കല്യാണം നടക്കേണ്ടതാ. അവളോട് ഇനി എന്തു പറയും? സുശീലാന്റിയോ ഐസിയിൽ കിടക്കുന്നു. സോന. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഗുഡ് മോർണിംഗ് അച്ഛാ. ആ, ഗുഡ് മോർണിംഗ്. നീ ഇന്ന് നേരത്തെയാണോ? ഏട്ടൻ്റെ കൂടെ ജോഗിങ്ങിന് പോകുന്നുണ്ടാവും അല്ലേ? ഏട്ടൻ എപ്പോഴേ പോയി? ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടെ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു നിർത്തിയത് ഏട്ടനാ. അതെന്തിനാ അവൻ നിന്നെ വിളിച്ചുണർത്തുന്നേ? നീ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിൽ അവൻ അസൂയായിട്ടാണോ? ടിവിയിൽ എന്തോ എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടെന്ന്, അതൊന്ന് വെച്ചു നോക്കാനാ വിളിച്ചേ. ഇവിടുത്തെ റിമോട്ട് എവിടെയാ? ഈ അമ്മ അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് കാണും. ഞാൻ എവിടെ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും കാണും. ശരിക്ക് കണ്ണൂർന്ന് നോക്ക്. അല്ല, അവൻ ഇത്ര ഇൻട്രസ്റ്റോടെ വിളിച്ചു പറയാൻ രാവിലെ തന്നെ എന്തോ ന്യൂസാ മോളെ? വല്ല ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും ആവും. അല്ലാതെ വേറെന്ത് ന്യൂസിലാ അവന് താല്പര്യം? കിട്ടി റിമോട്ട്. ഈ അമ്മ ഓരോന്ന് അതിൻ്റെതായ സ്ഥാനത്ത് വെക്കാത്തതിന്റെ കുഴപ്പമായത്. ആ, കുറച്ച് തിരയുന്നത് നല്ലതാ. എല്ലാം കയ്യകലത്തിൽ കിട്ടുന്നത് കൊണ്ടാ ഇപ്പോഴത്തെ കുട്ടികൾ മടിയന്മാരായി പോകുന്നത്.